നമുക്കിന്ന് മെഗ്നീഷ്യത്തിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. മെഗ്നീഷ്യം നമ്മുടെ ബോൺ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോണിന്റെ ആരോഗ്യത്തിന്, അതിന്റെ ശക്തിക്ക്, ബോൺ മിനറലൈസേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഗ്നീഷ്യം. അതുകൂടാതെ മെഗ്നീഷ്യം നമ്മുടെ ഉറക്കത്തിനും നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മിനറലാണ്. ഇവയെല്ലാം നമുക്ക് ഫുഡിൽ കൂടെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മെഗ്നീഷ്യം നമ്മുടെ BP കുറയ്ക്കുവാനും അതുപോലെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസിൽസിന്റെ ഹെൽത്തിന്, മസിലിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന്, മസിൽസ് കോൺട്രാക്ട് ചെയ്യണം, നമ്മൾ നടക്കുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് സഹായിക്കുന്നത് മെഗ്നീഷ്യമാണ്. പിന്നെ അത് കൂടാതെ മസിൽസ് മാത്രമല്ല, നെർവ്സിൻ്റെയും കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന സിഗ്നൽസ്, നെർവ് ഇമ്പൾസസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും മെഗ്നീഷ്യമാണ്. അപ്പോൾ അതിനൊക്കെ മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആകെ കൂടെ പറയുകയാണെങ്കിൽ ഒരു 300-ലധികം ബയോകെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടത്തുവാൻ മെഗ്നീഷ്യത്തിന് കഴിവുണ്ട്. മെഗ്നീഷ്യം കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പം മെഗ്നീഷ്യം കുറയാതെ നോക്കുവാൻ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്ന് നോക്കാം. നട്ട്സ് ആൻഡ് സീഡ്സ്, അതുപോലെ ചീര, ഇവയിലൊക്കെയാണ് കൂടുതലായിട്ട് മെഗ്നീഷ്യം ഉള്ളത്. ഏത് സീഡിലാണെന്ന് ചോദിച്ചാൽ പംകിൻ സീഡും ചിയ സീഡും മെഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള സീഡ്സ് ആണ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ ബദാം, അതുപോലെ കാഷ്യൂ, പിന്നെ പീനട്ട്, നിലക്കടല, ഇതിലെല്ലാം മെഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ബ്രൗൺ റൈസ്, തവിട് കളയാത്ത അരി, അതുപോലെ ഓട്സ്, കീൻവ, ഇവയെല്ലാം നമുക്ക് മെഗ്നീഷ്യത്തിന്റെ സോഴ്സായി ഉപയോഗിക്കാം. ഇങ്ങനെ പല പല വസ്തുക്കളിൽ മെഗ്നീഷ്യം നമുക്ക് ലഭ്യമാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ നട്ട്സ് ആൻഡ് സീഡ്സും കൂടെ ഉൾപ്പെടുത്തിയാൽ മെഗ്നീഷ്യം കിട്ടും. അല്ലെങ്കിൽ ചീര, ഇലക്കറികൾ ഉൾപ്പെടുത്തണം. മെഗ്നീഷ്യം നമ്മളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മൈഗ്രെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട്, മെൻസ്ട്രൽ ക്രാംസ് കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട്, ജനറലി മസിൽസിൻ്റെ സ്പാസം കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. മെഗ്നീഷ്യം ഇന്നത്തെ കാലത്ത് സപ്ലിമെൻറ്റ്സ് ആയിട്ട് പലരും ഉപയോഗിക്കുന്നത് കേൾക്കാം. അതിൻ്റെ ആവശ്യമില്ല. മഗ്നീഷ്യം ആർക്കാണ് സപ്ലിമെൻറ്റ്സ് വേണ്ടത്? വയറിന് സർജറി കഴിഞ്ഞവർ, അതായത് ഇലിയം എന്ന വയറിൻ്റെ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമുണ്ട്, കുടലിൻ്റെ ഭാഗമുണ്ട്, അവിടെ സർജറി ചെയ്തവർക്ക് അത് റിമൂവ് ചെയ്യപ്പെടുക, പല അസുഖങ്ങൾ കൊണ്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ അത് കൂടാതെ ചില മാലബ്സോർപ്ഷൻ ഡിസീസസ് ഉണ്ട്, അതായത് മെഗ്നീഷ്യം അബ്സോർബ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ, ക്രോൺസ് ഡിസീസ് ഉള്ളവർ, സീലിയാക് ഡിസീസ് ഉള്ളവർ, അങ്ങനെ പല പല അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് മെഗ്നീഷ്യം ഡോക്ടറുടെ നിർദ്ദേശത്തിൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ആവശ്യത്തിലധികം മെഗ്നീഷ്യം നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല. ഹൈപ്പർ മെഗ്നീഷ്യമia എന്ന അവസ്ഥയിലേക്ക് അത് പോകും. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല.